ഹലോ ഗൈസ്, രാവിലെ ആയപ്പോഴത്തേക്കും തങ്കച്ചാച്ചൻ വന്ന് പറഞ്ഞാൽ വാ നമുക്ക് ചിക്കൻ വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചാടി വള്ളത്തേക്ക് കയറി തങ്കച്ചാച്ചൻ ആ വള്ളം പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എൽസിയിലാണ് ചിക്കൻ വാങ്ങാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ അടുത്ത് ചിക്കൻ ഇല്ലാത്ത കാരണം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല വെയിലായത് കാരണം കൺമണി ഇതാ വാടിപ്പോണ്ടല്ലോ എന്ന് വിചാരിച്ച് കുടയൊക്കെ ചൂടി അവിടെ ഇരിക്കുകയാണ്. കാറ്റൊക്കെ കൊണ്ട് രസിക്കുക. നല്ല കാറ്റുണ്ട്, പക്ഷേ ചൂട് നമ്മൾ അറിയുന്നില്ല കാറ്റുള്ള കാരണം. പക്ഷേ വെയിൽ നമുക്ക് നേരെ അടിക്കുന്ന കാരണം കുടയൊക്കെ ചൂടി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വള്ളം കിടക്കുന്നതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ചിക്കൻ കട. അപ്പോൾ നേരെ നമ്മൾ അവിടെ എത്തി. വള്ളത്തേലൊക്കെ ചിക്കൻ വാങ്ങാൻ വരാമെന്ന് പറഞ്ഞാൽ നല്ല വൈബാണ്. നമ്മളിങ്ങനെ കായലിൽ കൂടി വള്ളത്തിൽ ഓളം തള്ളി നല്ല സൂപ്പറായിട്ട് വന്നങ്ങോട്ട് നമ്മൾ ബൈക്കിൽ ഈ നാട്ടിലൊക്കെ പോണ പോലെ അതിനേക്കാളും സൂപ്പറായിട്ടാണ് നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റുക. ഇവിടെ വേറൊരു വൈബാണ്. കുട്ടനാടെന്ന് പറഞ്ഞാൽ തന്നെ വേറൊരു വൈബാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള കുട്ടനാട്ടിലെ ചെറുകായലിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ചിക്കൻ കടയിലേക്ക് ഇറങ്ങി നേരെ ചെന്ന് കൺമണി കടക്കാരനായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് എത്ര രൂപയെന്നൊക്കെ ചോദിച്ച് ചിക്കൻ എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ 2 കുട്ടിപ്പൂച്ചകൾ ഇവിടെ ഉണ്ട്, ഒരു തള്ളപ്പൂച്ചയും ഒരു കുഞ്ഞു പൂച്ചയും. ഇതാണ് നമുക്കുള്ള കോഴി റെഡി ആയിട്ടുണ്ട്. അവൻ ബക്കറ്റിൽ ഇരിക്കുകയാണ്. ഇടയ്ക്ക് ഈ കോഴി ബക്കറ്റിൽ നിന്ന് ചാടിപ്പോയായിരുന്നു. അപ്പോൾ ഞാൻ പിടിച്ച് വീണ്ടും അതിനകത്ത് ഇട്ടേക്കാണ്. അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ ചിക്കൻ്റെ തൂക്കം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ്റെ തൂക്കം ഏകദേശം കുറവായിരുന്നു. കാരണം നമ്മൾ ഒരു കോഴി കൂടി ചേട്ടനായിട്ട് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ ഒരു കോഴി കൂടി എടുത്ത് നമ്മൾ അതിനെ നേരെ വെട്ടി പൊളിച്ച് നമ്മുടെ പാത്രത്തിലാക്കി. ഇനി അതിനകത്ത് പീസാക്കണം. അതിനുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും 2 കുട്ടിപ്പൂച്ചകൾ അവിടെ നിന്ന് ഭയങ്കര കളിയായിരുന്നു. നല്ല രസമുള്ളതായതുകൊണ്ട് ഞാൻ അതും കൂടി ഒന്ന് ക്യാപ്ചർ ചെയ്തു. നേരെ നമ്മുടെ ചാളക്കാരൻ ചേട്ടൻ വന്നായിരുന്നു. അപ്പോൾ ഒരു ചാള മേടിച്ച് ഞാൻ ഇവർക്ക് കൊടുത്തു. ഇവൾ നല്ല കടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇരുന്നപ്പോഴത്തേക്കും ചിക്കനൊക്കെ ഏകദേശം കട്ട് ചെയ്ത് സെറ്റാക്കി ചേട്ടൻ കഴുകി നല്ല വൃത്തിയായിട്ട് കവറിൽ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് കൺമണി നിൽക്കുകയാണ്. അപ്പോൾ ചിക്കൻ കൈ കിട്ടി തൂക്കം ഇത്തിരി കൂടുതലായത് കാരണം ആൾക്ക് വെയിറ്റ് താങ്ങാൻ പറ്റിയില്ല. അപ്പോൾ നേരെ ആൾ പ്രയാസപ്പെട്ട് നേരെ കൊണ്ട് വള്ളത്തിലേക്ക് കയറ്റിയാണ്. നമുക്ക് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകണം. എന്നിട്ട് വേണം ബാക്കി പരിപാടി നടന്നത്. ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായിട്ടുണ്ട്. ഏകദേശം 10-11 മണിയായിട്ടുണ്ട്. നമുക്ക് വെച്ച് കഴിക്കാനായിട്ട് ഏകദേശം ഉച്ചയാകും. അപ്പോൾ തിരിച്ചു പോകുന്ന വഴി കൺമണി നേരെ വള്ളത്തിൻ്റെ അറ്റത്ത് കയറി ഇരുന്ന് കാറ്റൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോട്ട് പോയപ്പോഴത്തേക്ക് നല്ല ഓളം വെട്ടൊക്കെ ഉണ്ട് ഇവിടെ.